ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചിക്കൻ മധൂത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അറേബ്യൻ റൈസായ ചിക്കൻ മധൂത്ത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ഈ മധൂത്തിനുള്ള മസാല അവിടെ റെഡിയാക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 ബേ ലീഫ്, 1 സ്റ്റാർ, 2 ബ്ലാക്ക് ആൻഡ് മെനും കൂടി കൂട്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഫ്രൈ പാനിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മുടെയൊക്കെ ഈ അറേബ്യൻ മസാലയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ അതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. ഈ മസാല നമ്മൾ ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ ലേശം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് വേണ്ടി മാത്രമുള്ള മസാലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മധുരത്തിന് വേണ്ടിയുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സവാള, 4 ചെറിയ സൈസ് തക്കാളി, വെളുത്തുള്ളി കേട്ടോ. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു വലിയ സൈസ് ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മധുരത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/4 കപ്പ് ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1.5 കിലോ റൈസും 2 കിലോ ചിക്കനും വെച്ചിട്ടാണ് ചിക്കൻ മധുരത്ത് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് 1/4 കപ്പ് ഓയിൽ മതി കേട്ടോ. ഇനി ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഞാനിവിടെ എരിവിന് ആവശ്യമുള്ള ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ച തക്കാളിൻ്റെ സവാളിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ആ തക്കാളിൻ്റെ വാട്ടർ കണ്ടൻറ്റും ഒക്കെ മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി ഇതിലുള്ള എണ്ണ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ, അതും 2 മാഗി ക്യൂബും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വലിയ പീസായിട്ടൊന്നുമില്ല കേട്ടോ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്, സാധാ നോർമൽ പീസായിട്ടാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. ആ ചിക്കനും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് ചിക്കനൊക്കെ കണ്ടില്ലേ നല്ല വെള്ള കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരിയും ചിക്കനും ഒരുമിച്ചിട്ടാട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ കുക്കായതല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് അരിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ആ ഒരു ഇതിലാട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സൈസ് ലെമൺ ആയതുകൊണ്ടാട്ടോ 3 ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ 1 മാത്രം മതിയാവും. ഇത് നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ അരി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്ലിപ്പിൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്.
നമ്മൾ ബിരിയാണി ആയാലും മന്തി ആയാലും എന്ത് റൈസ് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അരി ഇട്ടിട്ട് തിള വരുന്ന സമയത്ത് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ എന്താണ് അരിയൊക്കെ ഒന്ന് വെന്തിട്ട് ഇതേപോലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ അരിയൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി നമ്മൾ പൊടിച്ച് വെച്ച മസാലയും 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇനി കുക്ക് ചെയ്തെടുക്കണം. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഹോളിൽ ഒരു ചെറിയ കഷ്ണം പേപ്പർ ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോവാതെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഫ്ലേവറിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മധൂത്ത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, അരി തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.